വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന്ന് പല ചോദ്യങ്ങൾ പാരന്റ്സ് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാലക്ഷ്മിയുടെ പോർട്ടലിൽ കയറിക്കൊണ്ട് നമുക്ക് കോമൺ ലോ ഫോം ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഏകദേശം 42 ബാങ്കുകൾ അതിൽ കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റുഡന്റിന് ഒരു പാരന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിന് 3 ബാങ്കുകളിൽ നേരിട്ട് എന്ത് ചെയ്യാം അപേക്ഷ കൊടുക്കാൻ പറ്റും എന്നുള്ള പ്രത്യേകത. നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും ഈ ബാങ്കിങ്ങിന്റെ നടപടിക്രമങ്ങൾ ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് മാത്രമല്ല ബാങ്കിനും അത് നേരിട്ട് നിങ്ങളെ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അത് മാത്രമല്ല സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആ സൈറ്റ് വഴി എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ കഴിയും. നാഷണൽ ലെവലിലുള്ള സ്കോളർഷിപ്പ് നിലവിൽ അപേക്ഷ കൊടുത്തതിന്റെ പ്രിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാനും പറ്റും. അപ്പോൾ 3 ബാങ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോസസ്സിങ്ങും കാര്യങ്ങളും സ്റ്റാറ്റസ് അറിയാൻ പറ്റും. സ്കോളർഷിപ്പ് അതായത് ഈ വിദ്യാഭ്യാസ ലോൺ ഡയറക്റ്റ് കോളേജിലേക്കായിരിക്കും എന്ത് ചെയ്യുക ബാങ്ക് കൈമാറുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ലഭിക്കും. ഇതാണ് വിദ്യാലക്ഷ്മി പോർട്ടലിൽ ഗവൺമെന്റ് വെച്ചിട്ടുള്ള നടപടിക്രമം.